ലക്ഷദ്വീപ് യാത്രയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അറിയാൻ ആഗ്രഹിച്ചത് ആ നാടിന്റെ പ്രകൃതിയെ കുറിച്ചായിരുന്നു. തീർത്തും വിസ്മയിപ്പിക്കുന്ന ഒന്നാണ് ആ നാടിന്റെ പ്രകൃതി. ഏറ്റവും മനോഹരമായി എടുത്തു പറയേണ്ടത് അവിടുത്തെ കടല് തന്നെയാണ്. അത്രക്ക് സുന്ദരവുമാണ്, അത്രക്ക് ശാന്തവുമാണ്. നമുക്കതിന്റെ തീരവും തിരകളും തന്നെ എന്തുമാത്രം ആസ്വാദനമാണ് നമ്മുടെ മനസ്സിന് നൽകുന്നതെന്ന് അറിയും. അതുപോലെ തന്നെ ആ പ്രകൃതി, അവിടുത്തെ തെന്നല്, അതുപോലെ തീരം, കടല് എല്ലാം ശാന്തമാണ്. സുന്ദരമാണ് എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറത്ത് ശാന്തമാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ ജനങ്ങൾക്കും ആ ഒരു പ്രകൃതിയോടിണങ്ങിയ സ്വഭാവവും ഉണ്ടായിട്ടുണ്ടാവുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ എന്നെ അവിടെ അതിശയിപ്പിച്ച ഒന്ന് അവിടുത്തെ സ്കൂളുകളാണ്. നമ്മുടെ നാട്ടിലെ ഷോപ്പിംഗ് മാളുകൾ പോലെ അത്രക്ക് ഭംഗിയാർന്നതാണ് അവിടുത്തെ സ്കൂളുകൾ. അവിടുത്തെ സംസാര ഭാഷ ജസ്രി എന്നൊരു ഭാഷ അവർ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അത് ലിപി ഇല്ലാത്ത ഭാഷയാണ്. മലയാളം തന്നെയാണ് അവിടുത്തെ പ്രധാന ഭാഷ. മലയാളവും ഇംഗ്ലീഷും നമ്മുടെ നാട്ടിലേതുപോലെ തന്നെയാണ്. അവിടെ സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുന്നതൊക്കെ മലയാളം തന്നെയാണ്. പിന്നെ നാടിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ സപ്ലൈ ചെയ്യുന്നത്, ഫ്രീ ആയി സപ്ലൈ ചെയ്യുന്നത് വെള്ളമാണ്. അവിടെ എല്ലാ ഇരിപ്പിടങ്ങളിലും, ഒട്ടുമിക്ക വീടിന്റെ മുൻഭാഗങ്ങളിലും റോഡ് സൈഡിലൊക്കെ ആളുകൾക്ക് കുടിക്കാനുള്ള വെള്ളം സജ്ജമാക്കി വെക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ആ നാടിന്റെ മറ്റൊരു പ്രത്യേകത. പിന്നെ ഭംഗിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ വല്ലാതെ മാനസികപരമായി തളർന്നിരിക്കുന്ന ഒരു സമയത്ത്, അല്ലായെങ്കിൽ നമ്മൾ ഒരുപാട് തിരക്കുകളിൽ നിന്നൊന്ന് മാറി നിൽക്കണം, ഒന്ന് സമാധാനം വീണ്ടെടുക്കണം, അല്ലെങ്കിൽ നമ്മളൊന്ന് റിലാക്സ്ഡ് ആവണം എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ ഒരുപാട് ജില്ലകളിൽ സഞ്ചരിച്ചിട്ടുണ്ട്, ഒരുപാട് സംസ്ഥാനങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട്, 2-3 രാഷ്ട്രങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട്. പല ഇടങ്ങളും ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, വ്യക്തിപരമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് ഞാൻ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ലക്ഷദ്വീപിനെയാണ്. ഞാൻ അഗത്തി ദ്വീപിലായിരുന്നു 7 ദിവസം. ഈ അഗത്തി ദ്വീപിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ കയ്യിലെണ്ണാവുന്ന വലിയ വാഹനങ്ങളുള്ളൂ, ബാക്കിയൊക്കെ 2 വീലറുകളാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ഡിസ്റ്റർബൻസും ഇല്ല. നമുക്ക് വളരെ കൂളായിരുന്നിട്ട് മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നു എന്നത് വലിയൊരു അനുഗ്രഹമാണ്. പിന്നീട് ഞാൻ കൽപ്പേനി ദ്വീപിൽ പോയി. കൽപ്പേനി ദ്വീപിൽ അഗത്തി ദ്വീപിനേക്കാളും കൂടുതൽ വാഹനങ്ങളും സഞ്ചാരവും ഒക്കെ കുറവാണ്. മാത്രമല്ല അതിമനോഹരമായൊരു ദ്വീപ്. അവിടെ കല്ലാണ് പ്രധാനമായിട്ട് ഭൂപ്രദേശങ്ങളിൽ കാണപ്പെടുന്നത്. പിന്നീട് ഞാൻ പോയത് കവരത്തി ദ്വീപിലായിരുന്നു. കവരത്തി ദ്വീപിൽ ഇതുപോലെ തന്നെ കുറച്ച് റഷാണ്. കാരണം ലക്ഷദ്വീപിന്റെ തലസ്ഥാനമായതുകൊണ്ട് തന്നെ ഒരുപാട് ഗവൺമെന്റ് സ്ഥാപനങ്ങളും മറ്റുള്ളതുകൊണ്ട് അത്യാവശ്യം റഷാണ്. എന്നാലും കുറച്ച് ഏരിയകൾ മാറി ചെല്ലുമ്പോൾ അവിടെയും ശാന്തതയും സുന്ദരവുമായിട്ടുള്ള പ്രദേശങ്ങൾ തന്നെയാണുള്ളത്. പിന്നീട് കൽപ്പിറ്റി ദ്വീപ് അവിടെ ആൾതാമസമുള്ള ദ്വീപല്ല. പിന്നീട് ബന്നക്കര ദ്വീപ് നമുക്കവിടെ പെർമിറ്റ് ഉണ്ടെങ്കിൽ കൂടെ പെർമിറ്റേഴ്സിന് അവിടെ ഇറങ്ങാനുള്ള അനുമതിയില്ല. അവിടെ ദ്വീപുകാർക്ക് മാത്രമേ ഇപ്പോൾ നിലവിൽ അനുമതിയുള്ളൂ. പിന്നീട് തിന്നക്കര ദ്വീപ്, അതിമനോഹരമായൊരു ദ്വീപ്. അവിടെ 6 മാസമാണ് ആൾതാമസം ഉണ്ടാവുക. അതും തൊട്ടടുത്ത ദ്വീപിലുള്ളവർ അവിടെ ജോലിയാർത്ഥം പോയി താമസിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കരകളാണ്. എൻ്റെ ചില റീൽസുകളിൽ നിങ്ങൾ കാണാൻ കഴിയും. ഞാനൊരു ഊഞ്ഞാലാടുന്ന സീനും അതേപോലെ നീന്തുന്ന സീനൊക്കെ ഉണ്ട്. അതൊക്കെ ഇതിനോടനുബന്ധിച്ച് കിടക്കുന്നതാണ്. അത്രക്ക് മനോഹരം. ഞാൻ എങ്ങനെ വർണ്ണിച്ചാലും ലക്ഷദ്വീപിനെ കുറിച്ച് എനിക്ക് വർണ്ണിച്ച് തീർക്കാനാകില്ല. കാരണം എൻ്റെ ജീവിതം വീണ്ടെടുത്തൊരു പ്രദേശം എന്ന് വേണമെങ്കിൽ കൂടെ എനിക്ക് പറയാനാകും. കാരണം അത്രയും പ്രയാസങ്ങൾ മാനസികപരമായി നേരിട്ടിരിക്കുന്ന സമയത്ത് ഏകാന്തമായിരുന്നു ഞാൻ അല്പം തിരിച്ചു വന്നൊരു നാട് എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ കഴിയും. അത്രയും ഏകാന്തമായിരുന്നിട്ട് പോലും എൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്തിട്ടുണ്ട് ലക്ഷദ്വീപ്. അത് അതിൻ്റെ മനോഹാരിതയും അതിൻ്റെ ശാന്തതയും തന്നെയാണ്. അങ്ങനെ ലക്ഷദ്വീപിനെ കുറിച്ച് ഇനിയും കൂടുതൽ പറയാനുണ്ട്. മെയിൻ അവിടുത്തെ കടലാണ്. വിശ്വസിക്കാം നിങ്ങൾക്ക് ആ കടൽ നിങ്ങളെ ചതിക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഏകദേശം 1.5 മണിക്കൂറോളം ബോട്ടിൽ സഞ്ചരിച്ചിട്ട് അവിടെ കടലിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ അത്രയും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് അവിടുത്തെ കടൽ. അവിടുത്തെ മീനുകൾക്ക് പോലും നമ്മളോടൊരു പ്രണയമാണ്. എന്തായിരുന്നാലും ലൈഫിൽ നിങ്ങൾ ഒരു ദീർഘയാത്ര പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പണം സ്വരൂപിച്ച് വെച്ച് ലക്ഷദ്വീപ് വിസിറ്റ് ചെയ്യണം, മസ്റ്റ്. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ദൈവത്തിൻ്റെ സ്വന്തം നാട്, ഗോഡ്സ് ഓൺ കൺട്രി, അത് ലക്ഷദ്വീപ് തന്നെയാണ്. താങ്ക് യു.